അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. في بيوت أذن الله أن ترفع ويذكر فيها اسمه يسبح له فيها بالغدو والآصال. رجال لا تلهيهم تجارة ولا بيع عن ذكر الله وإقام الصلاة وإيتاء الزكاة يخافون يوما تتقلب فيه القلوب والأبصار. صدق الله العلي العظيم. ആദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, സർവശക്തനായ അല്ലാഹു യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. വടക്കുമുറിയിലെ SKSSF-ന് കീഴിൽ 17 കൊല്ലം മുമ്പ് നമ്മൾ തുടങ്ങി വച്ച പള്ളിക്കൂടം ഖുർആൻ പ്രഭാഷണ സദസ്സ് ഈ കോവിഡ് കാലത്ത് ഓൺലൈൻ വഴി മുടങ്ങാതെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യമായി കോവിഡ് നമ്മുടെ രാജ്യത്ത് വന്നപ്പോൾ ക്ലാസ്സുകളൊക്കെ നമ്മൾ ഓൺലൈൻ വഴി നടത്തി. പിന്നീട് രോഗവ്യാപനത്തിന് ചെറിയൊരു ശമനം വന്നപ്പോൾ സർക്കാർ ഇളവ് നൽകിയപ്പോൾ നമ്മൾ വീണ്ടും ഓഫ്ലൈനിൽ തുടങ്ങി. കോവിഡിൻ്റെ 2ാം വരവ് കാരണം വീണ്ടും ലോക്ക്ഡൗൺ വന്നു. അതുകൊണ്ട് വീണ്ടും നമ്മൾ ഓൺലൈനിൽ തന്നെ തുടരുകയാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു അനുഗ്രഹിക്കുകയാണെങ്കിൽ ഈ പ്രയാസങ്ങൾക്ക് ശമനം വന്ന് നമുക്ക് അനുമതി ലഭിച്ചാൽ പഴയതുപോലെ വീണ്ടും നമുക്ക് തുടങ്ങണം. വിശാലമായി ഇപ്പോൾ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹാമുസീബത്തിനെ എത്രയും പെട്ടെന്ന് നമ്മുടെ രാജ്യത്തു നിന്ന് നീക്കി എല്ലാ നിലക്കും അല്ലാഹു നമുക്ക് സൗഖ്യം പ്രദാനം ചെയ്യട്ടെ. ആമീൻ എന്ന് പ്രത്യേകം ദുആ ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം കോവിഡ് 3ാം തരംഗവും വരുന്നു. പള്ളികൾ തുറക്കണമോ എന്ന ഒരു വിഷയമാണ്.
നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ചർച്ചകൾ പലതും നടക്കുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഗൗരവമേറിയ ഒരു ചർച്ചയാണ് ഈ കോവിഡ് കാലത്ത് പല കാര്യങ്ങൾക്കും സർക്കാർ ഇളവുകൾ നൽകിയപ്പോൾ ആരാധനാലയങ്ങൾ തുറക്കാനുള്ള അനുമതി ഔദ്യോഗികമായി ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആരാധനാലയങ്ങൾ തുറക്കാനുള്ള അവസരവും വേണം എന്ന് അതിശക്തമായ രൂപത്തിലുള്ള ആവശ്യം ഉയരുന്ന ഒരു സാഹചര്യമാണ്. അതിൻ്റെ പേരിലുള്ള സമരങ്ങളും തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അതേ സമയത്ത് തന്നെയാണ് ഏതാനും മാസങ്ങൾ കഴിഞ്ഞാൽ കോവിഡിന്റെ ഒരു 3ാം തരംഗം വരാനുണ്ട് എന്നും അതുമായി ബന്ധപ്പെട്ട് വിവരമുള്ളവർ പറയുന്നു. 2ാം തരംഗത്തിന്റെ തീവ്രത എല്ലാവരും മനസ്സിലാക്കിയതാണ്. ശ്വാസോച്ഛ്വാസത്തിന് ആളുകൾ പ്രയാസപ്പെട്ടത്, ഓക്സിജന്റെ കുറവ്, ആശുപത്രികൾ നിറഞ്ഞു കവിഞ്ഞത്, ആളുകൾ നെട്ടോട്ടമോടിയത്, ഇനി ഒരു 3ാം തരംഗവും വരുന്നു എന്നാണ് പറയപ്പെടുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് ഇതിന്റെ പിന്നിലുള്ളത്? ഇത് എവിടെ അവസാനിക്കും, കലാശിക്കും എന്നതൊക്കെ മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം കണ്ടെത്താൻ കഴിയാത്ത ഒരു കാര്യമാണ്. അള്ളാഹുവിന് മാത്രം അറിയാവുന്ന ഒരു സത്യമാണ്. ഞാൻ വിഷയത്തിലേക്ക് വരാം. ആരാധനാലയങ്ങൾ തുറക്കണമെന്നുള്ള ആവശ്യം മുസ്ലിങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ക്രൈസ്തവരിൽ നിന്നും ഹിന്ദുമത വിശ്വാസികളിൽ നിന്നൊക്കെ ഉയരുന്ന സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ആ ആവശ്യം ഉന്നയിക്കുന്നത് മുസ്ലിങ്ങളാണ്. മസ്ജിദുകൾ, അടഞ്ഞുകിടക്കുന്ന പള്ളികൾ അത് തുറന്ന് ആരാധനകൾ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് നിർവഹിക്കാനുള്ള അനുമതി വേണമെന്ന ആവശ്യം, അതാണ് ഇന്ന് ഏറ്റവും ഉയർന്നു കേൾക്കുന്നത്. നേരത്തെ നമുക്കറിയാം, കോവിഡ് ആദ്യം വന്നപ്പോൾ, അന്ന് അതിന് ശമനം വന്നപ്പോൾ, ഇളവുകൾ വന്നപ്പോൾ ആരാധനാലയങ്ങൾക്കും അത് വേണം എന്ന് ഉത്തരവാദപ്പെട്ട പണ്ഡിതന്മാര് പറഞ്ഞപ്പോൾ അന്ന് ചില ബുദ്ധിജീവികളൊക്കെ പറഞ്ഞു, പള്ളികളൊക്കെ തുറക്കണം, രോഗവ്യാപനത്തിന് ആക്കം കൂട്ടണോ എന്ന് ചോദിച്ച്, എടുത്തു ചാടണോ എന്ന് ചോദിച്ച് പല ആളുകളും മുന്നോട്ട് പോകും. എന്നാൽ വളരെ വൃത്തിയോടുകൂടെ കൃത്യമായി ആരോഗ്യ വകുപ്പും സർക്കാരുമൊക്കെ മുന്നോട്ട് വെക്കുന്ന പ്രോട്ടോകോളുകൾ മുഴുവനും പാലിച്ച് പരിശുദ്ധമായ അല്ലാഹുവിന്റെ ഭവനങ്ങളിൽ ആരാധന നിർവഹിക്കാൻ കഴിയുമെന്ന് സമുദായം കാണിച്ചു കൊടുത്തു. പള്ളിയിൽ വന്നതിന്റെ പേരിൽ രോഗം വ്യാപിച്ചു എന്ന് ശത്രുക്കൾക്ക് പോലും പറയാനുള്ളൊരവസരം ഒരിക്കലും ഉണ്ടായില്ല. ഇപ്പോൾ 2ാം തരംഗം വന്ന് മെല്ലെ സാധാരണ അവസ്ഥയിലേക്ക് മടങ്ങാൻ പോവുകയാണ്. എല്ലാ മേഖലകളിലും ഇളവ് വന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും വിശ്വാസികൾ അതേ ഇളവ് ആരാധനാലയങ്ങൾക്കും ബാധകമാണ് എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. അപ്പോഴും ചിലരൊക്കെ എതിർത്തു. കേരളത്തിന്റെ നിയമസഭയിൽ പോലും
പള്ളികളടക്കമുള്ള ആരാധനാലയങ്ങൾ തുറക്കാനുള്ള അനുമതി വേണമെന്ന് ആവശ്യമുയർന്നു. അപ്പോൾ കാര്യമറിയാതെ അതിനെ എതിർക്കാൻ സ്വല്ലൂ ഫീ റിഹാലിക്കും എന്നത് തെറ്റായിട്ട് ഉദ്ധരിക്കാൻ വരെ അള്ളാഹുവിന്റെ നാമമുള്ള ചില പ്രതിനിധികൾ മുന്നോട്ട് വന്നു എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, എന്തുകൊണ്ടാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ അവരാണല്ലോ പറയേണ്ടത്. ക്ഷേത്രങ്ങൾ തുറക്കാൻ അത് ഉത്തരവാദപ്പെട്ട ആളുകൾ പറയണം. ചർച്ചുകൾ തുറക്കാൻ അതിനും ഉത്തരവാദപ്പെട്ട ആളുകൾ അവരാണ് അതിന്റെ തീരുമാനം പറയേണ്ടത്. കേരള മുസ്ലിം ലീഗിന്റെ ആധികാരിക പരമോന്നത പണ്ഡിത സഭയായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയടക്കമുള്ള ഉത്തരവാദപ്പെട്ട പണ്ഡിതന്മാർ, എല്ലാ പണ്ഡിത സഭകളും മുസ്ലിം സംഘടനകളും ഏകകണ്ഠമായി അഭിപ്രായ വ്യത്യാസമില്ലാതെ പള്ളികൾ തുറക്കണം, അതിന് അനുമതി വേണം എന്ന ആവശ്യം സർക്കാരിന്റെ മുന്നിൽ അവതരിപ്പിച്ചു. അതിന്റെ ക്രമങ്ങളൊക്കെ പാലിച്ചു. അപ്പൊ ഇളവ് പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ വിചാരിച്ചു, ഇല്ല, പള്ളികൾക്കും ഇളവ് കിട്ടും. കാരണം രാജ്യത്തിന്റെ നിയമങ്ങളൊക്കെ പരിപൂർണമായി നമ്മൾ പാലിച്ച് അങ്ങനെയാണല്ലോ ജീവിക്കുന്നത്. അത് കൃത്യമായിട്ട് സർക്കാരുകൾക്കൊക്കെ ബോധ്യപ്പെട്ട കാര്യവുമാണ്. അതുകൊണ്ട് നമുക്ക് പള്ളികൾക്കും അനുമതി ലഭിക്കുമെന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞല്ലോ. ഇനിയിപ്പോ ഒരു തെരഞ്ഞെടുപ്പ് ആ രൂപത്തിൽ വരണമെങ്കിൽ 5 കൊല്ലെങ്കിലും കഴിയണം. അപ്പൊ ഇനി പുതിയ എന്ത് കൊറോണ വരാറില്ല. എന്തോ പള്ളിയുടെ കാര്യത്തിൽ മാത്രം തുറക്കാനായിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതേസമയം കള്ള് ഷാപ്പുകൾ തുറക്കുകയും ചെയ്തു. ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ഏതെങ്കിലും ഒരു മക്കാമിൽ ഇപ്പൊ ഒരു ഉറൂസ് നടത്തിയിട്ട് ആ ഉറൂസിൽ അന്നദാനത്തിന് വേണ്ടി അത് സ്വീകരിക്കുന്നതിന് വേണ്ടി ഒരു 100 ആള് റോഡിന്റെ സൈഡിൽ വരി നിന്നാൽ എന്തായിരിക്കും നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ? എല്ലാ ബുദ്ധിജീവികളും ഇറങ്ങും. ലേഖനം എഴുതാൻ ആളുണ്ടാവും, പ്രസംഗിക്കാൻ ആളുണ്ടാവും. ഉറൂസ് നടത്തിയവരെയും ഭക്ഷണം ദാനം ചെയ്തവരെയും അതിന് വരി നിന്നവരെയും ഒക്കെ ഭയങ്കര ഫൈൻ നിശ്ചയിച്ചിട്ടുണ്ടാവും. എന്നാൽ ഇപ്പോൾ ഏതാനും ദിവസങ്ങളായി കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം കള്ളുഷാപ്പിന്റെ മുന്നിലുള്ള വരിയുടെ നീളത്രയാണ്. എത്ര അച്ചടക്കത്തോടു കൂടെയാണ്. തിരക്ക് കാരണം അകലം പാലിക്കാനൊന്നും കഴിയണില്ല. മാത്രല്ല, പല സ്ഥലങ്ങളിലും ഇടക്ക് മഴ പെയ്യുമ്പോൾ ഒരു കുടയിലേക്ക് 4 ആളൊക്കെ കയറിയിരിക്കുകയാണ്. കള്ള് വാങ്ങാൻ വന്ന ആളുകൾ ഒരു കുടയിലേക്ക് 4 ആളുകൾ കയറി നിൽക്കുമ്പോൾ അഥവാ ആർക്കെങ്കിലും കൊറോണ ഉണ്ടെങ്കിൽ അവരെന്നെ അന്തം വിടും. ഇതെന്ത് പരിപാടിയാണ്? അത്രക്കും അടുത്ത് നിൽക്കുകയാണ്. ആർക്കും ഒരു പരാതിയില്ല, ഒരു ബുദ്ധിജീവിക്കും ഒരു പരാതിയില്ല, ആർക്കും പ്രശ്നമില്ല. നിയമപാലകർ പോലും അവിടെ ഉണ്ടല്ലോ. അവരും ചിലപ്പോൾ ആലോചിക്കുന്ന ഏതെങ്കിലും ഒരു കുടയിലേക്ക് കയറാന്നായിരിക്കും, മഴയൊന്നും ഒഴിഞ്ഞിട്ടാണ്. ഇതൊക്കെ കാണുമ്പോൾ പിന്നെ എന്തിനാണ് വിശ്വാസികൾക്ക് പള്ളി തുറക്കാൻ അനുമതി നൽകാത്തത് എന്ന് ഏതാളും ചോദിക്കൂലേ? ഇതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത്. ഇതാണ് ഇവിടെ ചില വിവേചനങ്ങളൊക്കെ ഉണ്ട് എന്ന് സ്വാഭാവികമായിട്ട് നമ്മൾ പറയാനുള്ള കാരണം അതാണ്. അതല്ലെങ്കിൽ ഇപ്പൊ വെള്ളിയാഴ്ചകളിലൊക്കെ, കഴിഞ്ഞ വെള്ളിയാഴ്ചയൊക്കെ എല്ലാ നിലക്കും ഇളവുകൾ നൽകി. അങ്ങാടികളിലൊക്കെ നിറയെ ആളുകൾ, എല്ലാ കടകളും തുറന്നു, ഒരു അകലും പാലിക്കാതെ എല്ലായിടത്തും ആളുകൾ ഒരുമിച്ച് കൂടി. പക്ഷെ പള്ളി തുറക്കാൻ പാടില്ല. എത്രത്തോളം എന്ന് പറഞ്ഞാൽ വാക്സിൻ സ്വീകരിക്കാൻ പോകുന്ന സന്ദർഭത്തിൽ പോലും നമ്മൾ കാണുന്നത് ആശുപത്രി അടക്കമുള്ള ഉത്തരവാദപ്പെട്ട കേന്ദ്രത്തിൽ പോലും അകലം പാലിക്കാതെ ആളുകൾ ഒരുമിച്ച് കൂടുന്നു.
ഏറ്റവും മിനിമം ഒരു സാനിറ്റൈസർ പോലും ഇല്ലാതെ ആളുകൾ ഒരുമിച്ച് കൂടുന്നു, വാക്സിൻ സ്വീകരിച്ചു പോകുന്നു, ഒരു നിയമം പാലിക്കണില്ല. എന്നിട്ടാണ് ഇത്തരം നിയമങ്ങളൊക്കെ വളരെ കൃത്യമായി പാലിക്കുന്ന അള്ളാഹുവിന്റെ ഭവനങ്ങൾക്ക് മാത്രം കടുത്ത നിയന്ത്രണം. അപ്പൊ ഇവിടെ ഉത്തരവാദപ്പെട്ട ആളുകളൊക്കെ ഇത് ചിന്തിച്ച് അതിന് ഉചിതമായ തീരുമാനം കണ്ടിട്ടില്ലെങ്കിൽ നിഷ്കളങ്കരായ ആളുകൾ ചിലപ്പോൾ ഒന്നായിട്ട് ഇറങ്ങും. കാരണം വിശപ്പൊരു പ്രശ്നമുള്ളൂ. അപ്പൊ അടുത്ത് ബോസ്നിയയിൽ നിന്നൊരു വാർത്ത കേട്ടില്ലേ? സ്വന്തം അമ്മയെ കൊന്ന് 15 ദിവസം വെച്ചാണ് അമ്മയുടെ മാംസം 20 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ കഴിച്ചത്. അപ്പൊ അവന് കോടതി ശിക്ഷ വിധിച്ചു, 16 കൊല്ലം തടവ് ശിക്ഷ, $75,000. 2019 വിശപ്പകറ്റാന് സ്വന്തം മാതാവിനെ കൊന്നത്. ഫ്രീസറിൽ വെച്ചു, മാംസം ഫ്രിഡ്ജിൽ വെച്ചു, 15 ദിവസം വെച്ച് കഴിച്ചു. ഭക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ്, അതെല്ലാവർക്കും അറിയാലോ. കാരണം കിറ്റ് എന്നൊക്കെ പറഞ്ഞാല്, ഭക്ഷ്യ കിറ്റ് എന്ന് പറഞ്ഞ ആളുകൾക്ക് വേഗം ഓർമ്മ വരും, വേഗം അതിലേക്ക് വീടും. അങ്ങനെ തീറ്റക്കാരിയാണ്, പിന്നെ വേറൊന്നും ചിന്തിക്കണ്ട. എന്നാൽ മുസ്ലിങ്ങള്, മതവിശ്വാസികൾ ആരാണെങ്കിലും ആത്മീയമായ കാര്യങ്ങൾ അവർക്കൊരു ഭക്ഷണമാണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ഭവനങ്ങള്, അതിലെ നിസ്കാരം, അതിലെ ഖുർആൻ പാരായണം, അതിൽ ഭജനമിരിക്കല്, ഇതൊക്കെ അവർക്ക് വലിയൊരു വിശപ്പ് അകറ്റാനും ദാഹം അകറ്റാനുമുള്ളതാണ് ആത്മീയമായിട്ട്. മാത്രമല്ല അത് മനോധൈര്യം നൽകുന്നത്. രോഗം വരുമ്പോഴും രോഗവ്യാപനം ഉണ്ടാകുമ്പോഴും ജീവിതത്തിൽ ഒട്ടേറെ പ്രതിസന്ധികൾ വരുമ്പോഴും അവർക്ക് കരുത്ത് നൽകുന്നത് ഇത്തരം ആരാധനകളാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പള്ളി വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ജാടല്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നൂറിൽ പറയുന്നുണ്ട്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫഅ വയുദ്കറ فيها اسمه يسبح له فيها بالغدو والآصال رجال لا تلهيهم تجارة ولا بيع عن ذكر الله. ഈ ആയത്തിലൂടെ അല്ലാഹു തആല പഠിപ്പിക്കുന്നത് അല്ലാഹുവിന്റെ ഭവനങ്ങളിൽ പ്രഭാതത്തിലും പ്രദോഷത്തിലും അവന്റെ സ്മരണയെ ഉയർത്താൻ അല്ലാഹു തആല കൽപ്പിച്ച ആ സംഗതി വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കണം. അല്ലാഹു അനുമതി നൽകി. അതുകൊണ്ട് തന്നെ പ്രഭാതത്തിലും പ്രദോഷത്തിലും അല്ലാഹുവിന്റെ നാമത്തെ ആ പള്ളികളിൽ അവർ ഉയർത്തുമെന്ന് സത്യവിശ്വാസികളെ സംബന്ധിച്ച് അല്ലാഹു തആല പറയുന്നുണ്ട്. ഭൂമിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം മുസ്ലിങ്ങൾക്ക് പള്ളിയാണ്. ഒരു സ്ഥലം പള്ളിയായി വഖഫ് ചെയ്ത് കഴിഞ്ഞാൽ അതിനോളം മഹത്വമുള്ള ഒരു മണ്ണ്, ഒരു സ്ഥലം ഇസ്ലാമിക വിശ്വാസപ്രകാരം വേറെ ഇല്ല. ആ പള്ളിയിലേക്ക് വരുന്നവർ അവർ അല്ലാഹുവിന്റെ വിരുന്നുകാരാണ്. ഹജ്ജിന് പോകുന്നവരെ സംബന്ധിച്ച് ദുയൂഫുർ റഹ്മാൻ എന്ന് പറയും. കരുണാവാരിധിയായ അള്ളാഹുവിന്റെ വിരുന്നുകാർ. എന്നാൽ അള്ളാഹുവിന്റെ ഭവനങ്ങളിലേക്ക് വരുന്നവരും വിരുന്നുകാരാണ്. അതുകൊണ്ട് വളരെ വൃത്തിയോടുകൂടെയാണ് അവർ പള്ളിയിലേക്ക് വരുന്നത്. കള്ളുഷാപ്പിന്റെ മുന്നിലേക്ക് വരുന്നവർക്ക് ഇങ്ങനെ വലിയ നിബന്ധനയുണ്ടോ? ഇല്ലല്ലോ, ഒരു നിബന്ധനയില്ല. അതുകൊണ്ടാണ് ഒരു ഇളവ് കിട്ടി കള്ളുഷാപ്പിലേക്ക് വരാൻ അവസരം കിട്ടിയപ്പോൾ മൂക്കറ്റം കുടിച്ചിട്ട് റോഡിന്റെ സൈഡിൽ കിടക്കുന്നതിന്റെ വീഡിയോ ക്ലിപ്പിംഗ് ഒക്കെ ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. വേറെ ചിലർ നല്ല കുടിച്ച് ഹോട്ടലിൽ വന്ന് കറി ചോദിച്ച് കറി കിട്ടാത്ത അവസ്ഥ വന്നപ്പോൾ ഒരുത്തൻ ഗ്ലാസ്സിലടിച്ച്
അങ്ങനെ ഗ്ലാസ് പൊട്ടി ശരീരത്തിൽ കയറി ചോര വാർന്ന് മരിക്കാം, വേറെ അടിപിടിയിൽ മരിക്കാം. എത്രമാത്രം ഗുരുതരമായ പ്രശ്നമാണ് ഈ മദ്യപാനം. എന്നിട്ട് ധൃതി പിടിച്ച് അതിനാണ് അനുമതി. ഇവിടെ ബുദ്ധിജീവികളോ ചിന്തകന്മാരോ ഒന്നും പറയാനില്ല. ഈ തിന്മക്ക് എല്ലാവരും അനുകൂലമാണ്. പിന്നെ ഒരു വക്ത് നിസ്കാരം ഒരു പള്ളിയിൽ നടന്ന് എത്ര ആള് കൂടുന്നോ അതിനനുസരിച്ച് സർക്കാരിൽ നിന്നൊരു വിഹിതം കിട്ടുന്നൊരു സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നെങ്കിൽ ആദ്യം തുറക്ക പള്ളിയിൽ. കാരണം നല്ല വരുമാനം കിട്ടുമല്ലോ. ഇതൊക്കെ അന്നം തിന്നുന്ന ആളുകൾ, ഇപ്പൊ കിട്ടുന്ന കിറ്റുണ്ടല്ലോ, അതിലുള്ളത് തിന്നുന്ന ആളുകൾക്ക് തന്നെ മനസ്സിലാവും. എന്നിട്ടും പള്ളിക്ക് അനുമതിയില്ല. ഒരു പള്ളി എന്ന് പറയുമ്പോൾ ആ പള്ളിയിലേക്ക് വരുമ്പോൾ എത്ര വൃത്തിയോടുകൂടെ വരുന്നത്. വെറുക്കുന്നൊരു വാസന പോലും ഇസ്ലാം അനുവദിക്കുന്നില്ല ആ വിഷയത്തില്. ഉള്ളി തിന്നവർ കൃത്യമായി ബ്രഷ് ചെയ്യാതെ പള്ളിയിലേക്ക് വരാൻ പാടില്ല എന്നാണ്. അത്രത്തോളം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. എല്ലാ വിഷയങ്ങളിലും നമ്മൾ ഇത്ര കണിശമായ രൂപത്തിൽ മുസ്ലിം പണ്ഡിതന്മാരൊക്കെ പള്ളി തുറക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ ചിന്തകന്മാരോ ബുദ്ധിജീവികളോ അറിവുള്ള ഭരണാധികാരികളോ ആരും അതിനെ എതിർക്കാത്ത എന്തുകൊണ്ടാണ്? പള്ളി എന്ന് പറഞ്ഞാൽ ആർക്കും പരിശോധിക്കാം. കാരണം പള്ളികൾ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മലയുടെ മുകളിലോ കാട്ടിന്റെ ഉള്ളിലോ ഒന്നല്ല. പ്രത്യേകിച്ച് മുസ്ലിമീങ്ങളെ പറ്റിയുള്ള ആരോപണം തന്നെ റോഡിനോട് വളരെ അടുത്ത് പള്ളി എന്നാണ്. പല പള്ളികളും റോഡിനോട് പറ്റ അടുത്തായല്ലോ. അതുകൊണ്ട് ഏത് ഏജൻസിക്കും അന്വേഷിക്കാലോ പള്ളിയിൽ വന്നിട്ട്. കോവിഡ് ഇല്ലെങ്കിലും പള്ളിയിലേക്ക് വരുന്ന ആളുകൾ വളരെ ശുദ്ധിയോടുകൂടിയാണ് വരുന്നത്. പ്രത്യേകിച്ച് നിസ്കരിക്കാൻ 5 നേരത്തെ നിസ്കാരത്തിന് 5 ഒളവ് ചെയ്യുമ്പോൾ വളരെ കൃത്യമായിട്ട് എത്ര പ്രാവശ്യം അവിടെ കഴുകുന്നുണ്ട്. ഒരു പ്രാവശ്യം ഒളവ് ചെയ്യുമ്പോൾ അവന്റെ കൈകൾ തന്നെ കൃത്യമായിട്ട് 6 തവണ കഴുകൽ വരുന്നുണ്ട്. ഒളവ് തുടങ്ങുമ്പോൾ തന്നെ 2 മുൻകൈ കൃത്യമായിട്ട് 3 പ്രാവശ്യം കഴുകുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് മുഖം കഴുകി കഴിഞ്ഞ ശേഷം വീണ്ടും മുട്ട ഉൾപ്പെടെ കഴുകുന്നുണ്ട്. അപ്പൊ ഒരു ഒളവിന് 6 തവണ വരുമ്പോ 5 നേരത്തെ നിസ്കാരത്തിന് ഒരു 30 തവണയെങ്കിലും അവന്റെ ബാഹ്യമായ അവയവങ്ങൾ കഴുകൽ വരുന്നുണ്ട്. വല്ല അഴക്കം ഉണ്ടാവോ? ഇനി അത് മാത്രമല്ല, 5 നേരത്തെ നിസ്കാരത്തിന് മാത്രമല്ല അല്ലാത്ത സമയത്തും ഒരാള് വുളൂഇലായിരിക്കണമെന്നാണ്. അപ്പോ നിസ്കാരം കഴിഞ്ഞു, വുളൂഒക്കെ ചെയ്ത് നിസ്കാരം കഴിഞ്ഞ് പിന്നീട് അവൻ മൂത്രമൊഴിക്കുകയോ മറ്റോ ചെയ്ത് ആ വുളൂ മുറിഞ്ഞു കഴിയുമ്പോൾ വീണ്ടും അവൻ വുളൂ ചെയ്യൽ സുന്നത്താണ്. അങ്ങനെ വുളൂഇനെ ദായിമാക്കുന്ന ഒരാൾ വുളൂഓടുകൂടെ മരിക്കുകയാണെങ്കിൽ അവർക്ക് ഷഹീദിന്റെ കൂലിയുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രക്തസാക്ഷിയുടെ പ്രതിഫലം ലഭിക്കാൻ കാരണമാകുന്ന ഒരു സംവിധാനമാണ് വുളൂഇനെ ദായിമാക്കുക. അങ്ങനെ മരണസമയത്തും ആ വൃത്തിയോടുകൂടെ ഒരാൾ മരിച്ചാൽ അവർക്ക് ഒരു രക്തസാക്ഷിയുടെ കൂലിയാണ്. അതുകൊണ്ട് തന്നെയാണ് മുസ്ലിങ്ങൾ ഈ കാര്യത്തിൽ ഏറെ ശ്രദ്ധിക്കുന്നത്. വളരെ ശ്രദ്ധിക്കുകയാണ്. വുളൂഇനെ അവർ എപ്പോഴും വുളൂ എടുക്കുന്നു. മാത്രമല്ല, ഒരു വുളൂ ചെയ്യുക എന്ന് പറയുമ്പോൾ അതിനോട് കൂടെ തന്നെ ഒരാള് മിസ്വാക്ക് ചെയ്യുന്നുണ്ട്, ബ്രഷ് ചെയ്യുന്നുണ്ട്, അവന്റെ വായ അവന് ശുദ്ധീകരിക്കുന്നുണ്ട്. അതൊക്കെ ഉള്ളപ്പോൾ വലിയ പ്രശ്നം. കോവിഡൊക്കെ ഉള്ള ഒരാള് തുമ്മുന്ന സമയത്ത്, സംസാരിക്കുന്ന സമയത്ത് ഒക്കെ വല്ലതും പുറത്തു വരുമോ അതുള്ള തുപ്പാനൊന്നും പാടില്ല പൊതുസ്ഥലത്ത് എന്ന് പറയുന്നത്. ഇസ്ലാം ഇതൊക്കെ നേരത്തെ പറഞ്ഞതാണ്. മിസ്വാക്കിന്റെ കാര്യത്തിലൊക്കെ എത്രമാത്രം, ബ്രഷ് ചെയ്യുന്ന കാര്യത്തിൽ 5 നേരത്തെ നിസ്കാരത്തിനും ബ്രഷ് ചെയ്യൽ സുന്നത്ത്. അതുകൊണ്ടാണല്ലോ ഇസ്ലാമിൽ അത്തരം കർമ്മങ്ങളൊക്കെ. ഇപ്പൊ പല്ലില് പൊട്ടിപ്പിടിക്കുന്ന ചില ബാക്ടീരിയകളുണ്ട്. ഡോക്ടർമാര് പറയുന്നത് 1 മണിക്കൂർ കൊണ്ട് ആ ബാക്ടീരിയകള് അതിന്റെ 10,000 മടങ്ങ് വർദ്ധിക്കും അത്ര, ഒറ്റ മണിക്കൂർ കൊണ്ട്. അതുകൊണ്ടാണ് രാത്രി കിടക്കുമ്പോഴും രാവിലെ ഉണർന്നാലും നിസ്കാരത്തിന് നിൽക്കുമ്പോഴും ഒക്കെ ബ്രഷ് ചെയ്യണമെന്ന് കൽപ്പിക്കുകയാണ്. ആ വിഷയത്തിലൊക്കെ എല്ലാ നിലക്കും ശുദ്ധി വേണം. ഒരു വുളൂഇന്റെ കാര്യത്തിൽ മാത്രമല്ല, ഇപ്പൊ ഖുർആൻ വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ മാത്രം പറയുന്ന ഒരു ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിൽ പോലും കൃത്യമായിട്ട് ഈ അംഗശുദ്ധിയുടെ കാര്യം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മാഇദ സൂറത്തിൽ ഒരു വചനം ഇങ്ങനെയാണ്: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാ
അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖുംതും ഇലസ്സലാത്തി ഫഗ്സിലൂ വുജൂഹക്കും വഅയ്ദിയക്കും ഇലൽ മറാഫിഖ്. മാഇദ സൂറത്തിൽ അല്ലാഹു പറയുന്നത്, സത്യവിശ്വാസികളെ, നിങ്ങൾ നിസ്കരിക്കുമ്പോൾ, അതായത് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അതിന്റെ ആദ്യത്തിൽ നിങ്ങൾ മുഖം കഴുകണം, നിങ്ങളുടെ കൈകൾ കഴുകണം, തല തടയണം, അവന്റെ കാല് കഴുകണം. ഈ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. വുളൂഇനെ സംബന്ധിച്ച് സൂറത്ത് മാഇദയിലെ 6-ാം വചനത്തിലൂടെ അല്ലാഹു തആല കൽപ്പിക്കുകയാണ്. ഈ ഒരു അംഗശുദ്ധിയുടെ കാര്യത്തിൽ ഇത് നിർബന്ധമാണ്. അപ്പോൾ പള്ളിയിലേക്ക് വരുന്ന സമയത്ത് ഈ അംഗശുദ്ധി വരുത്താനുള്ള സൗകര്യം എല്ലാ പള്ളികളിലും വെച്ചിരിക്കുക. ഈ കോവിഡൊക്കെ വന്നപ്പോ ആ വിഷയത്തിൽ ഒന്നുകൂടി ജാഗ്രത കാണിച്ചു. ഇല്ലെങ്കിലും ആ വിഷയത്തിൽ ഏറെ ജാഗ്രത വേണം. കൂടുതൽ ആളുകൾ ഒരുമിച്ച് കൂടുന്ന ദിവസമാണ് വെള്ളിയാഴ്ചയിലെ ജുമുഅ. ആ ജുമുഅക്ക് അനുമതി വേണമെന്നാണ് ഇപ്പൊ മുസ്ലിം സംഘടനകളൊക്കെ ആവശ്യപ്പെട്ടത്. എന്നാൽ അവിടെയൊക്കെ പ്രോട്ടോകോൾ പാലിക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോഴും പറയാണ് അത് ബുദ്ധിമുട്ടാകും. എന്ത് ബുദ്ധിമുട്ട്? ഇപ്പൊ നിയമസഭയിൽ നമ്മുടെ ഒരു MLA പറഞ്ഞല്ലോ, ഇവിടെ 140 MLA ഒരുമിച്ച് കൂടുന്നു, മണിക്കൂറുകൾ ഇരിക്കുന്നു. വേറെയും ആളുകളുണ്ട്, ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ നിയമപാലകരും പലവരും. എന്നാൽ പള്ളികൾ നോക്കുമ്പോൾ നമ്മുടെ മലപ്പുറത്ത് തന്നെ 7000 ആളുകൾക്കൊക്കെ ഒരേ സമയത്ത് നിസ്കരിക്കാൻ പറ്റിയ പള്ളികളുണ്ട്. 7000. ഇവർ വെക്കുന്ന എല്ലാ പ്രോട്ടോകോളും വെച്ച് അകലൊക്കെ പാലിച്ചു നിന്നാലും 100 കണക്കിന് ആളുകൾക്ക് സുഖമായിട്ട് നിസ്കരിക്കാം. അവിടെ എന്ത് കൊറോണ വരാം? അത്രമാത്രം അകലം പാലിക്കാം. മാത്രമല്ല, വിശുദ്ധി വരുത്താനുള്ള ശുദ്ധീകരണത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ട്. വെള്ളിയാഴ്ചയിലാണല്ലോ ആളുകൾ കൂടുതൽ ഒരുമിച്ച് കൂടുന്നത്. ഏതൊരു മനുഷ്യനും വെള്ളം ഉണ്ടെങ്കിൽ കുടിക്കും, ആ കാര്യത്തിൽ ആർക്കും സംശയമല്ല. എന്നാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ച് വെള്ളിയാഴ്ചയിൽ കുടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര പ്രതിഫലം ലഭിക്കുന്ന ഒരു കാര്യമാണ്. കുളി അല്ലെങ്കിലും ഉണ്ടാവും, ഒരു പ്രതിഫലം കിട്ടൂല എന്നുണ്ടെങ്കിലും എല്ലാവരും കുടിക്കുമല്ലോ. അത് മതത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിലും ഒക്കെ. പക്ഷെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വെള്ളിയാഴ്ച കുളിക്കുക എന്ന് പറയുന്നത് ഭയങ്കര പുണ്യമുള്ള കാര്യമാണ്. അപ്പൊ നല്ല കുളിച്ച് ഫ്രഷായി ശുദ്ധി വരുത്തി സുഗന്ധം ഉപയോഗിച്ച് എല്ലാവരും ആ പള്ളിയിലേക്ക് വരുന്നു. ഇത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെയാണ് പള്ളിയിലേക്ക് വരുന്നത്. നമ്മളിപ്പോ ഈ അണുക്കളെ, പിന്നെ വൈറസുകളെ, ബാക്ടീരിയകളൊക്കെ കണ്ടുപിടിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? ഇതൊന്നും ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നല്ലോ. ന്യൂവൻ ഹ്യൂക്കിനെ പോലെ, റോബർട്ട് കോച്ചിനെ പോലെ, അതുപോലെ തന്നെ ലൂയി പാസ്റ്ററെ പോലെയുള്ള പ്രഗത്ഭരായ ആളുകൾ ഈ അണുക്കളൊക്കെ കണ്ടുപിടിക്കാനുള്ള സംവിധാനം ഒരുക്കുന്നതിന്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ വൃത്തിയുടെ കാര്യത്തിൽ ഏറെ ശ്രദ്ധ പാലിക്കണം എന്ന് പറഞ്ഞ മതമാണ് ഇസ്ലാം. ഉദാഹരണത്തിന് ഖുർആനിൽ തന്നെ അല്ലാഹു പറയുന്നുണ്ട് ആയത്തിൽ, ശവം അതുപോലെ രക്തം, പന്നിമാംസം നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. മാഇദ സൂറത്തിലെ 3-ാം വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ഇവിടെ ഈ ശവം നിഷിദ്ധമാണ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ജീവിയെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അത് ശവമാകുന്നത് തന്നെ യഥാർത്ഥത്തിൽ ഈ സൂക്ഷ്മാണുക്കളുടെ ആക്രമണം കാരണം. അങ്ങനെ ആ ശവം അങ്ങനെ തന്നെ കിടക്കുമ്പോൾ അത് ക്രമാതീതമായി വലിയ വളർച്ചയുണ്ടാകും ഈ അണുക്കൾക്ക്. ആ ശവം നമ്മൾ ഭക്ഷിക്കുമ്പോൾ വലിയ രോഗത്തിന് കാരണം. ഇതൊക്കെ ഒന്നിപ്പോ മെഡിക്കൽ സയൻസ് പറയാം. എന്നാൽ ഖുർആൻ നേരത്തെ ശവം കഴിക്കരുത് എന്ന് പറയും. നമുക്കറിയാം ശരീരത്തിന് രക്തം അത്യന്താപേക്ഷിതാണ്. പക്ഷെ ഈ രക്തം നമ്മൾ ഒരിക്കലും പുറത്തു വന്ന രക്തം നമ്മൾ ആരും ഉപയോഗിക്കാറില്ല. രക്തപരിശോധനക്കും മറ്റും എടുക്കുമ്പോൾ പ്രത്യേകമായി സൂക്ഷിക്കണം. രക്തബാങ്കുകളൊക്കെ ഉണ്ടല്ലോ, അതല്ലാതെ അപകടങ്ങളിലും മറ്റുപെട്ട് രക്തം പോകുമ്പോൾ വിലപ്പെട്ടതാണെന്ന് കരുതിയിട്ട് തിരിച്ചെടുക്കാറില്ല. കാരണം അതിൽ രോഗാണുക്കൾ വളരെ കൂടുതൽ, വളരെ പെട്ടെന്ന് തന്നെ അത് ക്രമാതീതമായി വർദ്ധിക്കുമെന്നാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്ത് മാഇദയിലൂടെ രക്തം നിഷിദ്ധമാണ്, ശരീരത്തിൽ നിന്ന് പോയ രക്തം പിന്നീട് എടുക്കാൻ പാടില്ല എന്നുള്ളത്. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പൊ നോക്കൂ, അറേബ്യൻ ലോകത്ത്, അറേബ്യയിൽ വെള്ളത്തിന് വലിയ ക്ഷാമമുള്ള കാലം.
നമ്മുടെ രാജ്യത്തെ പോലെയൊന്നുമല്ല. ഒരു കിണർ എവിടെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കിണറിൽ തന്നെ 2000-3000 ആളുകൾ വെള്ളം മുക്കിയിരുന്നൊരു കാലുണ്ട്. വെള്ളം എന്ന് പറഞ്ഞാൽ വളരെ വിലപ്പെട്ടതായിരുന്നു. ഇന്നും അങ്ങനെ തന്നെ. പക്ഷെ ഇന്ന് ഓരോ വീട്ടിലും ചിലപ്പോ 2 കിണറുണ്ടാവും, ഒന്നിലധികം കിണറുകൾ, ഒരു കിണറെങ്കിലും ഇല്ലാത്ത വീടുകൾ വളരെ കുറവാണ്. വെള്ളത്തിന് വലിയ ക്ഷാമമുള്ള ഒരു കാലത്ത് തന്നെ മലമൂത്ര വിസർജനത്തിന്റെ ശേഷം ശൗചം ചെയ്യുന്ന വിഷയത്തിൽ അതീവ ശ്രദ്ധ വേണമെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. അപ്പൊ നമുക്ക് എത്രയോ ആളുകളെ കാണാൻ റോഡിന്റെ സൈഡിൽ ഇരിക്കുന്നു, അവർ മൂത്രം ഒഴിക്കുന്നു, എഴുന്നേറ്റ് പോകണം, അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നോക്കാതെ പോകുന്നവരുണ്ട്. നോക്കി ഇടങ്ങാറാണ്ടെന്ന് കരുതിയിട്ടാണ്. പക്ഷെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും പറ്റില്ല. വഴിയിലങ്ങനെ ഇരിക്കുന്നത് തെറ്റ്. അതുകൊണ്ട് വേറെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. മാത്രമല്ല, ആ വിസർജനത്തിന്റെ ശേഷം ശൗചം ചെയ്യുന്ന വിഷയത്തിൽ വലിയ ശ്രദ്ധ വേണമെന്നാണ് ഇസ്ലാം ഇതൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ ഇന്നിപ്പോ മെഡിക്കൽ സയൻസ് പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. 1 ഗ്രാം മലത്തിൽ 1,00,000 കോടി ബാക്ടീരിയകൾ ഉണ്ടാവുമെന്നാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. അതൊക്കെ ഇപ്പൊ കണ്ടുപിടിക്കപ്പെടുകയാണ്. പക്ഷേ ഈ വിഷയത്തിലൊക്കെ അതീവ ശ്രദ്ധ വേണമെന്ന കാര്യം നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഇസ്ലാം പഠിപ്പിച്ചു. ഇനി ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും ഇപ്പൊ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കൈകൾ ശരിക്കും കഴുകണം എന്ന കാര്യത്തിൽ ഇപ്പോഴാ ചില ആളുകൾക്കൊക്കെ ശ്രദ്ധ ഉണ്ടായത്. കല്യാണത്തിനൊക്കെ പോയാലും കൈ കഴുകാതെ സീറ്റ് നഷ്ടപ്പെടുമോ എന്ന് പേടിച്ച് മെല്ലണിരിക്കും. ഏറിയാ ചിലപ്പോൾ അവിടെ കുടിക്കാൻ വെച്ച വെള്ളത്തിൽ നിന്ന് മെല്ലൊന്ന് പാർന്നിട്ട് സുന്നത്തെടുക്കാന്ന് പറയും ചില ആളുകൾ. ഇപ്പൊ അങ്ങനല്ല. ഇപ്പൊ ഈ സീറ്റ് പോയാലും വേണ്ടില്ല, അവിടെ ഇവിടെയൊക്കെ തൊട്ടിട്ട് വല്ല വൈറസുകൾ ഉണ്ടെങ്കിൽ എന്ന് കരുതിയിട്ട് ശരിക്ക് കഴുകിയിട്ടേ കല്യാണത്തിനൊക്കെ ഇരിക്കണുള്ളൂ. എന്നാൽ ആ കഴുകൽ എപ്പോഴും വേണമെന്ന്, 2 കൈയും കഴുകണം, എന്നാലേ സുന്നത്ത് ലഭിക്കൂ പൂർണ്ണമായുമെന്ന് ഇസ്ലാം നേരത്തെ പഠിപ്പിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പള്ളികൾ തുറന്നാല് അവിടെ നമ്മളതിന്റെ നിബന്ധനകളൊക്കെ പാലിച്ചുകൊണ്ടാണ്. ഈ വൃത്തിയൊക്കെ എല്ലാ സമയത്തുള്ളതാണ്. ഇപ്പൊ കൊറോണ പ്രമാണിച്ച് ഒരു അകലം പാലിക്കലാണ് അവിടെ പ്രത്യേകം വേണ്ടത്. മുസല്ല കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോ ആളുകൾക്ക് ഒരു മടിയുണ്ടായില്ല. പഴയ കാരണന്മാരൊക്കെ ഒരു മുണ്ടോ ഒരു ടർക്കിയൊക്കെ തോളിലിട്ടൊരു വരവുണ്ടായിരുന്നു പണ്ട്. ഇപ്പൊ ഈ കൊറോണ കാലത്ത് ആ കനമേറിയ മുസല്ല തോളിലിട്ട് കുട്ടികളൊക്കെ ഇങ്ങനെ വരികയാണ്. എന്നാലൊരു പ്രശ്നമില്ല, ആളുകൾക്കൊക്കെ ശീലായി, എതിരെയും നേരിടാനുള്ളൊരവസ്ഥ വന്നു. പിന്നെ എന്തിന് പള്ളികൾ തുറക്കുന്നതിന് എന്തിന് താമസം വരുത്തണം? അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് അനുകൂലമായ ഒരു സമീപനം സർക്കാരുകളിൽ നിന്ന് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം നമ്മുടെ രാജ്യത്തിന്റെ നിയമങ്ങൾ പരിപൂർണമായി പാലിക്കുന്നവരാണ്, സഹിഷ്ണുതയുള്ളവരാണ്. ഭരണാധികാരികള്, ഭരണകൂടങ്ങള് പറയുന്ന കാര്യങ്ങള് അതിന് ഉത്തരവാദിത്തത്തോടുകൂടെ അത് സ്വീകരിക്കുന്നവരാണ് മുസ്ലിങ്ങൾ. ബാക്കിയുള്ളവരും അങ്ങനെ തന്നെയാണ്. പക്ഷെ മുസ്ലിങ്ങളെ കാര്യം നമുക്ക് പറയാലോ, പള്ളികളുടെ കാര്യം നമുക്ക് പറയാലോ, വളരെ കൃത്യമായിട്ട് പറയാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ചിന്തിക്കും, ചിലരൊക്കെ ചിന്തിക്കും, ഈ കോവിഡ് 3ാമത് വന്നാലോ 4ാമത് വന്നാലോ, അതിനിപ്പോ 3ന്റെ ശേഷം അറിയുള്ളൂ 4ാം തരംഗമെന്ന്. ഇതെന്നാ അവസാനിക്കാൻ നമുക്കറിയാം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കണ്ടേ. പിന്നെ ഞാൻ അങ്ങനെ ചിന്തിക്കുമ്പോ ഈ ലോക്ക്ഡൗൺ ഒക്കെ പെട്ടെന്ന് പിൻവലിക്കാനുള്ള വഴി എന്താ അറിയോ? നമ്മൾ സങ്കല്പിക്കുക, ഇപ്പൊ കോടതി പറയണം, അല്ലാതെ ഇപ്പൊ നിയമസഭയിൽ ഞാൻ പറയേണ്ട തീരുമാനം വരില്ല. കോടതി പറയാണ്, മന്ത്രിമാരടക്കം MLA-മാരടക്കം സർവ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെയും ശമ്പളം ലോക്ക്ഡൗൺ കാലത്ത് ഒരു 20% തരുള്ളൂ. 80% ഇവിടെ ഈ ലോക്ക്ഡൗൺ കാരണം ജോലിക്കൊന്നും പോകാൻ കഴിയാത്ത ധാരാളം ആളുകൾ, ചെറിയ ചെറിയ കടക്കാര്, കൂലിപ്പണിക്ക് പോകുന്നവര്, പാവപ്പെട്ട ഓട്ടോ ഡ്രൈവർമാര്, ഇങ്ങനെ തൊട്ടിട്ട് ഒരുപാട് ആളുകൾക്ക് വലിയ കഷ്ടപ്പാടാണ്. അപ്പൊ ഇവരുടെ ശമ്പളത്തിൽ നിന്നൊരു 80% അവർക്ക് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഗ്രാമസഭകൾ ആണ് വിതരണം ചെയ്യട്ടെ. അതുകൊണ്ട് 20% ശമ്പളം ഉണ്ടാവുള്ളൂ എന്ന് തീരുമാനം നോക്കട്ടെ. ഒരു ലോക്ക്ഡൗൺ ഉണ്ടാവില്ല. കാരണം തീരുമാനിക്കുന്ന ആളുകൾക്ക് പലപ്പോഴും ശീതീകരിച്ച റൂമിലിരുന്ന് തീരുമാനം എടുത്താൽ മതി. അതുകൊണ്ടാണല്ലോ ചിലപ്പോൾ വിരോധാഭാസം തോന്നിപ്പോകും. കാരണം കല്യാണത്തിന് സ്വർണം വാങ്ങാൻ പോകുന്നവർക്ക് കല്യാണക്കത്ത് കാണിച്ചു കൊടുത്താൽ മതി എന്നാണ്. പക്ഷെ പ്രസ് തുറക്കാൻ പറ്റൂല. അതാ ഞാൻ പറഞ്ഞത്, പല തീരുമാനങ്ങളും അങ്ങനെയുള്ള പിന്നെ ഈ വാഹനങ്ങൾക്ക് വേണ്ട ഇതൊക്കെ ഉണ്ടല്ലോ, അത് വാങ്ങാൻ കട തുറക്കാം, പക്ഷെ വർക്ക്ഷോപ്പ് പറ്റൂല. പിന്നെ അത് ആരാത് ശരിയാക്കാം? അതല്ലെങ്കിൽ ഒരു ദിവസം ഒരു 3 മണിക്കൂർ ഒരു കടക്ക് അനുമതി കൊടുത്താൽ
യഥാർത്ഥത്തിൽ ആളുകൾ എന്ത് ചെയ്യും? 12 മണിക്കൂർ വരേണ്ട ആളുകൾ എല്ലാവരും കൂടി 3 മണിക്കൂറിൽ വന്നിട്ട് തിരക്കും, അത്രേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതൊക്കെയാണ്. അപ്പൊ നമ്മൾ ആരെയും കളിയാക്കല്ല, പക്ഷെ തീരുമാനമെടുക്കുന്ന പല ആളുകൾക്കും ഇതിൻ്റെ ഒന്നും ഗൗരവമോ പ്രത്യാഘാതങ്ങളോ ഒന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളിലൊക്കെ അതീവ ശ്രദ്ധയും അതീവ ജാഗ്രതയും വേണം. അതുകൊണ്ടാണ് കടകൾക്കും മറ്റൊക്കെ പിഴവ് വന്നു, കുടിയന്മാർക്ക് വരെ എല്ലാ സൗകര്യങ്ങളും വന്നപ്പോഴും നല്ല ബോധത്തോടുകൂടെ വളരെ വിശുദ്ധിയോടുകൂടെ മതവിശ്വാസികൾ അള്ളാഹുവിന്റെ ഭവനത്തിൽ പോയി പ്രാർത്ഥിക്കാനുള്ളൊരവസരം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് ആത്മീയമായ ഒരു ആഹാരമാണ്. അപ്പൊ അതിനുള്ള ഒരു അവസരവും കൂടി നമ്മുടെ സർക്കാരുകൾ വകവെച്ചു കൊടുക്കണം. വൈകാതെ അതിന്റെ തീരുമാനം വരും നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാവരും കൂടി ആവശ്യപ്പെടുമ്പോൾ പെട്ടെന്നുണ്ട് എന്നാ പോയിക്കോളി എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ നമ്മൾ ചെറുതാകുമോ എന്നുള്ളൊരു ബേജാറ് ചിലപ്പുണ്ടാവും. ആയിക്കോട്ടെ, എന്നാലും വേണ്ടില്ല, വെള്ളിയാഴ്ച ഇനി വരുമല്ലോ, അപ്പോഴേക്ക് തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുകയാണ്. വടക്കുമുറിയിലെ നമ്മുടെ ഖുർആൻ പ്രഭാഷണ സദസ്സിന് കീഴിലുള്ള നമ്മുടെ പള്ളിക്കൂടം റിലീഫ് സെൽ അൽഹംദുലില്ലാ വളരെ ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കോവിഡ് കാലത്തും അതിൽ യാതൊരു കുറവില്ല എന്ന് മാത്രമല്ല, സാധാരണയിൽ നമ്മൾ നടത്തുന്നതിലുപരിയായിട്ട് നടത്താൻ നമുക്ക് സാധിച്ചു. റമദാനിൽ വളരെ വിപുലമായി നടത്തി നമ്മൾ സഹായിച്ചു. വീണ്ടും നമുക്ക് അതിനുള്ള അവസരം ലഭിച്ചു. റമദാന്റെ ശേഷം നമുക്ക് ലഭിച്ച സംഭാവനകൾ ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആള് നൽകി. അതൊന്ന് വായിക്കാം, എന്ന് നമുക്ക് ദുആ ചെയ്യാം. ഒരു സഹോദരന് ഒരു 500 രൂപ നമ്മൾ റിലീഫിലേക്ക് നൽകിയിട്ടുണ്ട്. വണ്ടൂരിലുള്ള ഒരു സഹോദരന് ഒരു 1000 രൂപ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സഹോദരന് തൻ്റെ പിതാവിൻ്റെ പേരിൽ, മരണപ്പെട്ടു പോയ പിതാവിൻ്റെ പേരിൽ ദുആ ചെയ്യാൻ ഒരു 313 രൂപ നൽകിയിട്ടുണ്ട്. ഒരു സഹോദരി തൻ്റെ ഭർത്താവിൻ്റെ പേരിൽ ദുആ ചെയ്യാൻ ഒരു 201 രൂപ. അതുപോലെ തന്നെ മകൻ്റെ ആദ്യ ശമ്പളത്തിൽ നിന്ന് ഒരു 200 രൂപ. അതുപോലെ തന്നെ ഒരു സഹോദരി ഭർത്താവിൻ്റെ പേരിൽ ദുആ ചെയ്യാൻ വേണ്ടി ഒരു 500 രൂപ. അതുപോലെ തന്നെ ഒരു സഹോദരൻ തൻ്റെ മരണപ്പെട്ടു പോയ പിതാവിൻ്റെ പേരിൽ ദുആ ചെയ്യാൻ ഒരു 1000 രൂപ. ഗൾഫിലുള്ള ഒരു സഹോദരൻ 1000 രൂപ. ആ വീട്ടിൽ നിന്ന് തന്നെ മറ്റൊരു സഹോദരന്, ഗൾഫിലുള്ള ഒരു സഹോദരൻ 3246 രൂപ. ഇവരൊക്കെ എല്ലാ മാസവും നമുക്ക് നൽകുന്നതാണ്. അവരുടെ ബിസിനസ്സിൽ നിന്ന് അവർക്ക് ലഭിക്കുന്നതിൻ്റെ ഒരു വിഹിതം അവർ നൽകുന്നതാണ്. അതുപോലെ ഒരു സഹോദരി ഒരു 300 രൂപ. അതുപോലെ തന്നെ ഒരു സഹോദരൻ തൻ്റെ കുട്ടിയുടെ പഠനം തുടങ്ങുമ്പോൾ, 1ാം ക്ലാസ്സിൽ കുട്ടിയെ ചേർക്കുമ്പോൾ ആ സന്തോഷം കാരണം ദുആ ചെയ്യുന്നതിന് വേണ്ടി ഒരു 1000 രൂപ. അതുപോലെ തന്നെ ഒരു സഹോദരന് ഒരു 100 രൂപ. ഒരു സഹോദരി ഒരു 270 രൂപ. അതുപോലെ തന്നെ എല്ലാ മാസവും നൽകുന്നത് പോലെ ഒരു സഹോദരൻ 5000 രൂപ. ഗൾഫിലുള്ള സഹോദരനാണ്, എല്ലാ മാസവും നൽകുന്നുണ്ട്. ഈ മാസവും 5000 രൂപ നൽകി. അതുപോലെ ഒരു സഹോദരന് ഒരു 100 രൂപ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ മാസവും നൽകുന്നത് പോലെ 2 സഹോദരങ്ങൾ 2000 രൂപ. മണ്ണമ്പാറയിലുള്ള ഒരു സഹോദരൻ 500 രൂപ. ഒരു സഹോദരൻ ഒരു 150 രൂപ. നേർച്ചയാക്കിയത് ഒരു സഹോദരൻ ഒരു 200 രൂപ. അതുപോലെ തന്നെ ഒരു സഹോദരന് പ്രത്യേകം ദുആ ചെയ്യുന്നതിന് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി ദുആ ചെയ്യുന്നതിന് വേണ്ടി ഒരു 1000 രൂപ. ചെറിയൊരു അസുഖമുണ്ട്, ദുആ ചെയ്യുന്നതിന് വേണ്ടി ഒരു 1000 രൂപ. പാറടിയിലുള്ള ഒരു സഹോദരി ഒരു 1001 രൂപ. അതുപോലെ തന്നെ ഒരു സഹോദരന് ഒരു 313 രൂപ. കോട്ടക്കലിലുള്ള ഒരു സഹോദരൻ ഒരു 313 രൂപ. ഒരു സഹോദരൻ ഒരു 1001 രൂപ. അതുപോലെ തന്നെ ഒരു പടിഞ്ഞാറ്റുമുറിയിലുള്ള ഒരു സഹോദരൻ ഒരു 1000 രൂപ. ഒരു സഹോദരൻ ഒരു 202 രൂപ. ആ സഹോദരൻ ഒരു 501 രൂപ. ആ സഹോദരൻ തന്നെ മറ്റൊരു 313 രൂപ. വ്യത്യസ്തമായ കാര്യങ്ങൾക്ക് നേർച്ചയാക്കിയതാണ്. ഒരു സഹോദരി ഒരു 1000 രൂപ. അതുപോലെ തന്നെ മുട്ടിപ്പാലത്തുള്ള ഒരു സഹോദരി 500 രൂപ. ഒരു സഹോദരൻ 250 രൂപ. അതുപോലെ തന്നെ ഒരു സഹോദരി 500 രൂപ. അവരുടെ ഒരു മകള് മറ്റൊരു 500 രൂപ. ഒരു മകള് ഒരു 500 രൂപ. ഇതൊക്കെ ഇപ്പൊ കിട്ടിയ സംഭാവനകളാണ്. ഈ റമദാന്റെ ശേഷം നമ്മൾ 3 പെൺകുട്ടികളുടെ വിവാഹത്തിന് 14000 രൂപയും 10 കുട്ടികളുടെ പഠനത്തിന് 15000 രൂപയും 6 അഗതികൾക്ക് 12000 രൂപയും 3 പേരുടെ ചികിത്സക്ക് 7500 രൂപയും ഒരു വിധവക്ക് 2000 രൂപയും അടക്കം 50500 രൂപ
റമദാന്റെ ശേഷം നാം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ ഞങ്ങളെ നീ സ്വീകരിക്കണേ റഹ്മാനെ. വിശുദ്ധ ഖുർആനിന്റെ പ്രചാരണം, പാവപ്പെട്ട ആളുകളെ സഹായിക്കുക, ഈ രണ്ട് കാര്യങ്ങൾ, ഒരു ഖുർആൻ പ്രഭാഷണ സദസ്സ്, അതിനോടനുബന്ധമായിട്ടുള്ള ഈ പ്രവർത്തനം, അള്ളാഹു ഇത് ഞങ്ങൾ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഇതിന് സഹായിച്ചവർ, ഈ നാട്ടിലുള്ളവർ, വിവിധ സ്ഥലങ്ങളിലുള്ളവർ, വിദേശത്തുള്ള സഹോദരങ്ങൾ, എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ. രോഗമുള്ള ഒരുപാട് ആളുകളുണ്ട്, അവരുടെ രോഗങ്ങൾക്ക് ശിഫ നൽകണേ റഹ്മാനെ. അള്ളാഹുവെ, കുട്ടികൾ, അതുപോലെ തന്നെ സഹോദരിമാര്, ചെറുപ്പക്കാര്, അതുപോലെ പ്രായമായവർ, എല്ലാവർക്കും ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യണേ റഹ്മാനെ. മരണപ്പെട്ടു പോയവർക്കും മഗ്ഫിറത്ത് നൽകണേ റഹ്മാനെ. അള്ളാഹുവെ, പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ധാരാളം ആളുകൾ ഈ നാട്ടിലും വിദേശ രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. അള്ളാഹുവെ, അവർക്കൊക്കെ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഈ റിലീഫിലേക്ക് സഹായിച്ചവരുടെ സമ്പത്തിൽ വർധനവ് നൽകണേ റഹ്മാനെ. അവരുടെ ഉദ്ദേശങ്ങളെ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. നേർച്ചയാക്കിയവർ, നേർച്ച പൂർത്തീകരിക്കുന്നവർ അപരാധീയങ്ങളാണ് എന്ന് ഖുർആനിൽ പറഞ്ഞു. റബ്ബേ, ആ കൂട്ടത്തിൽ അവരെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഈ സഹായങ്ങൾ സ്വീകരിക്കുന്നവർ, വളരെ പ്രയാസപ്പെടുന്നവർ, അവരുടെ പ്രയാസങ്ങൾ തീർത്ത് അവർക്ക് റാഹത്ത് പ്രദാനം ചെയ്യണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഈമാനോടുകൂടെ മരിക്കാനും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുവാനും തൗഫീഖ് നൽകണേ റഹ്മാനെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.